വീണ്ടും ഒരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വന്നതാണ് കേട്ടോ. ഇന്ന് ഞാൻ പോണത് 5 റിയാലിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 5 റിയാലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ 5 റിയാലിൻ്റെ വീഡിയോ അല്ല, 5 റിയാലിന് വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കാണിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിനി ആ 5 റിയാൽ ഒന്ന് കാണിച്ചു തരുമോയെന്ന്. അപ്പം ഞാൻ ഇന്ന് ഇവിടേക്ക് വന്നപ്പോൾ എന്തായാലും ഇതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഈ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് എഴുതിയ ഷോപ്പ് കണ്ടോ, ജിദ്ദയിലത്തെ ഏറ്റവും വലിയ ഷോപ്പാണ്, ഡ്രസ്സസിൻ്റെ ഷോപ്പാണ് ഈ ഫ്യൂച്ചർ ഗ്രൂപ്പ്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ 5 റിയാലുള്ളത്. ഇനിയിപ്പോൾ ഫ്യൂച്ചർ ഗ്രൂപ്പ് എവിടെയാണെന്ന് വെച്ചാൽ ഇത് ബവാദിയിലാണ് ഈ ഫ്യൂച്ചർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഒരുവിധം എല്ലാവർക്കും ആ ഷോപ്പ് അറിയുമെന്ന് വിചാരിച്ചിട്ടാണ് അതിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പുറത്തെ സൈഡിൽ 5 റിയാൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ പരിചയപ്പെടുത്തിയത്. ഈ 5 റിയാൽ മൊത്തം കാണിച്ചു തരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്, പക്ഷെ എന്നെക്കൊണ്ട് കഴിയൂല. അതിന് കുറച്ച് ടൈമൊന്നും പോരാ, ഇവിടെ അത്രക്കും ഏരിയ ഉണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയാം, പിന്നെ ഈ ഷോപ്പിന് 5 റിയാൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇവിടെ എല്ലാ സാധനങ്ങൾക്കും വെറും 5 റിയാൽ മാത്രമേ ഉള്ളൂ. ഇനി ഏത് സാധനം നമ്മൾ എടുക്കുകയാണെങ്കിലും അതിന് 5 റിയാൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും ഇതിനെ 5 റിയാൽ എന്ന് പറയുന്നത്. ഇപ്പം പക്ഷേ അങ്ങനല്ല, എന്നാലും കൂടുതലും സാധനങ്ങൾക്ക് 5.75 പക്ഷേ 5 റിയാൽ അല്ലാത്ത ഐറ്റംസും ഇവിടെ ഉണ്ട്. എന്നാലും കൂടുതലും 5 റിയാലാണ് കൂടുതലുള്ളത്. പിന്നെ അതുപോലെ ഇതേപോലത്തെ ഐറ്റംസിന് 1 റിയാലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു ടീ ഷുഗർ കോഫി ബോട്ടിലാണ്, ഇതിനൊക്കെ 5.75 ഉള്ളൂ. കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ കാണാൻ എനിക്കൊരു കുഴപ്പം തോന്നണില്ല. ഇവിടെ മൊത്തം വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ എടുക്കാൻ പോയ ഏരിയയിലുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇവിടെ എന്തൊക്കെ ഉള്ളതെന്ന് പറയാം. ഇവിടെ ഒരു വീട്ടിലേക്ക് വേണ്ടിയ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. എന്താ ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതായിരിക്കും നന്നാവുക. പിന്നെ സെറാമിക്കിൻ്റെ ഇതൊക്കെ 5 റിയാലാട്ടോ. ഇപ്പം ഞാൻ കാണിച്ച ഈ ഒരു ഇത് ഒക്കെ 5 റിയാലാണ്. വീട്ടിലേക്കുള്ള ഒരുവിധം എല്ലാ ടൈപ്പ് പാത്രങ്ങളും ഇവിടെ ഉണ്ട്. സെറാമിക്, ഗ്ലാസ്, അലൂമിനിയം, സ്റ്റീല്, അങ്ങനെ തുടങ്ങി പാത്രങ്ങളുടെ എല്ലാ കാറ്റഗറിയും ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി പെന്ന്, പെൻസില്, ബുക്ക്, കളേഴ്സ്, അങ്ങനത്തെ ഐറ്റംസ്. അതുപോലെ ചെരുപ്പുണ്ട്, ബ്ലാങ്കറ്റ്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട്. അതുപോലെ തന്നെ പിന്നെ ഗ്രോസറി ഐറ്റംസ് ഉണ്ട്, യൂട്ടൻസിൽസ് ഉണ്ട്, ഡ്രസ്സസ് ഉണ്ട്, ഫാൻസി ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് പ്രധാനമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട്. ഞാനിവിടുന്ന് വാങ്ങിയ സാധനങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ കാണിക്കുക. അതുവരെ ഇവിടുന്ന് ഞാൻ കണ്ടപ്പെടുത്ത വീഡിയോ നിങ്ങൾ കണ്ടോളി.
ഇതാ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ ഇറങ്ങിയത്. ഇപ്പം ഈ കണ്ട സാധനങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാ അറിയോ? ആ ഒരു പിങ്ക് കളറിൽ ഊത് പൊഹിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു എന്താ പറയുക, ഒരു ചായ പാരുന്നൊരു ജഗ്ഗിൻ്റെ ഒക്കെ ഒരു മരത്തെ ഒരു പിങ്ക് നല്ല ക്യൂട്ടായിട്ട് കുഞ്ഞ്, എനിക്ക് നല്ല ഇഷ്ടമായി. വാങ്ങണം എന്ന് വിചാരിച്ച് പിന്നെ വേണ്ട വിചാരിച്ച് തിരിച്ചു വെച്ചൊരു സാധനം അത് കേട്ടോ. ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇതാ ഈ ഒരു സെറാമിക്കിൻ്റെ ഈ ഒരു ബൗള്, ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ, എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും ഇതിൻ്റെ അതേ മോഡൽ ഒരു 2 ഭാഗം കൈയൊക്കെ വരുന്ന ടൈപ്പ് ഒരു ബൗളും വാങ്ങിയിട്ടോ. ഇത് 4 ഞാൻ വാങ്ങിയത്. ഈ സെറാമിക്കിൻ്റെ ഐറ്റംസ് കണ്ടാൽ ഞാൻ എന്തായാലും എന്തെങ്കിലും ഒന്ന് എടുക്കാതെ കൊല്ലട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സെറാമിക്കിൻ്റെ ഇങ്ങനത്തെ ഐറ്റംസ്. പിന്നെ ഇലൂന് യൂണിക്കോണിൻ്റെ ഈ ഒരു ടൈപ്പ് ബുക്ക് വാങ്ങി. അത് ഓക്ക് കണ്ടപ്പം വേണം, ഡയറി എഴുതണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ എടുത്തതാണ്. പിന്നെ ഇതാ ഇങ്ങനത്തെ ചീർപ്പുകൾ വാങ്ങിയാണ്. പിന്നെ ഇതാണ് കേട്ടോ വാങ്ങിയത്. ഇതിനെ ഞാൻ കൈക്കലക്കൂട്ട് എന്നാ പറയുക. നിങ്ങളെ നാട്ടിലൊക്കെ എന്താ ഇതിന് ഒരുപാട് വെറൈറ്റി പേരുകളായിരിക്കും ഓരോരോ നാട്ടിലുണ്ടാവുക. അപ്പോൾ നിങ്ങളെ നാട്ടിൽ എന്താ അതിന് പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നമുക്കറിയല്ലോ എത്ര തരം വെറൈറ്റി പേരുണ്ട് ഈ ഒരു സാധനത്തിനെന്ന്. ചീർപ്പ് ഞാൻ കുറച്ചധികം വാങ്ങിന് കേട്ടോ. ഈ ഒരു ടൈപ്പേ ഇലുവിന് പറ്റുള്ളൂ. നാട്ടിൽ വാങ്ങണ സാധാ ടൈപ്പ് ഒക്കെ പറ്റൂല. അപ്പോൾ ഞാൻ നാട്ടിലേക്ക് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് വാടിയും 4 ചീർപ്പ് വാങ്ങിനേ. പിന്നെ ഇതാ ഇത് ഊത് പൊഹിക്കുന്നത്. ഇത് 5 റിയാലിന് വാങ്ങണ്ട കേട്ടോ ആരും. വലിയ ഉപകാരമൊന്നുമില്ല. അത് നമ്മൾ ആ പൊഹിക്കുന്ന സമയത്ത് മാത്രം സ്മെല്ലുണ്ടാവുള്ളൂ. അത്രക്ക് ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല. പൊഹിക്കുന്ന സമയത്ത് നമുക്കൊരു സ്മെല്ല് കിട്ടും, അത്ര തന്നെ. അപ്പോൾ ഇത് ഞാനൊരു 3-4 ടൈപ്പ് വാങ്ങിന്. പിന്നെ ഇതാ പല്ലുകുത്തി. ഞാൻ ഈ ഒരു ടൈപ്പ് പല്ലുകുത്തിയാട്ടോ ഉപയോഗിക്കലോ, ഈ നൂല് വരുന്ന ടൈപ്പ്. ഇതൊക്കെ എന്തിനാല്ലേ കാണിക്കുന്നത്? എന്നാലും കിടക്കട്ടെ, വാങ്ങിയതല്ലേ. പിന്നെ കിച്ചണിലേക്ക് ആവശ്യമുള്ള ഈ എന്താ പറയുക, പാത്രം കഴുകുന്ന ഐറ്റംസ്, ഇതൊന്നും നാട്ടിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല. പക്ഷെ എന്നാലും അതൊരു ചടങ്ങ് പോലെ ഇവിടുന്ന് പോകുമ്പം കൊണ്ടുപോകും കേട്ടോ. സ്ഥിരമായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്തായാലും വാങ്ങും. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പോയിട്ട് നാട്ടിൽ ഷോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ഇവിടുന്ന് വാങ്ങി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരമുണ്ട്. പിന്നെ അതാ ടിഷ്യൂ ഇവിടേക്ക് വേണ്ടിയിട്ടും വാങ്ങിയാണ്, നാട്ടിലേക്ക് വേണ്ടിയിട്ടും വാങ്ങിയാണ്. ഇതൊന്നും നാട്ടിൽ കിട്ടാത്തതുകൊണ്ടല്ല, പക്ഷേ അതങ്ങനെ വാങ്ങി തേങ്ങിപ്പോയി. ഇതിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിലും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിലും ഒക്കെ ഇതന്നെ അവസ്ഥ. അവിടെയും ഇവിടെയും കിട്ടാത്തതായിട്ടൊന്നുമില്ല. പിന്നെ ഇതാ ഈ ഒരു സാധനം ഞാൻ അന്ന് എനിക്ക് വാങ്ങിനി. അപ്പോൾ അത് കണ്ടപ്പോൾ എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇമ്മ പറഞ്ഞു ഇമ്മക്ക് ഇങ്ങനത്തെ വാങ്ങിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ വാങ്ങിയതാ, ഉമ്മക്കും വേണ്ടിയിട്ട് വാങ്ങിയതാണ് ഈ സാധനങ്ങൾ. ഞാൻ ആദ്യമൊക്കെ കിച്ചണൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് തുണിയാണ് കേട്ടോ യൂസ് ചെയ്യൽ. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ പിന്നെ തുണിയിലേക്ക് തിരിച്ചു പോയിട്ടേ ഇല്ല. അത്രക്കും നല്ല സാധനം അത്. തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാലും ആ വെള്ളത്തിൻ്റെ ഒരു പാടുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുമല്ലോ, അങ്ങനെ ഒരു സംഭവം ഈ സാധനത്തിനില്ല കേട്ടോ. ഇത് തുടച്ചാൽ നല്ല വൃത്തിക്ക് കിടക്കും. അതുപോലെ ഈ നമ്മളെ മിറർ ഗ്ലാസ് ഒക്കെ തുടച്ച് കഴിഞ്ഞാൽ ആ ഒരു പാടുകൾ ഉണ്ടാവുമല്ലോ, അതൊന്നും ഇല്ലാതെ നല്ല വൃത്തിക്ക് തുടച്ചെടുക്കാൻ പറ്റും. അപ്പം ഞാനിതാണ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാം, ഇപ്പോൾ കിച്ചണ് മാത്രമല്ല നമ്മൾ ഈ മിററ് അങ്ങനത്തെ ടാബിളും ഒക്കെ തുടക്കിയാൽ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇതാ എപ്പം പോയാലും ഇലോനിങ്ങനെ ഒരു സാധനം വാങ്ങണം. അപ്പോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടപ്പോൾ അത് ഓള് വാങ്ങിയാണ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഹാങ്ങേഴ്സിൻ്റെ കുറവുണ്ടേന്. അപ്പോൾ ഹാങ്ങർ കണ്ടപ്പോൾ
അത് വാങ്ങി. ഇതിങ്ങനെ ഒരു സെറ്റ് 10 ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ചാർക്കോള്. ഇത് നമ്മൾ ഊതൊക്കെ പൊഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കത്തിക്കുമല്ലോ കരി, അതാണ് കേട്ടോ ഇത്. അപ്പോൾ ഊത് പൊഹിക്കാൻ വേണ്ടി വാങ്ങിയതാണിത്. ഇതിങ്ങനെ ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ഗ്രേ കളറിലാട്ടോ ഉണ്ടാവുക. പിന്നെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഓൺലൈനിലൊക്കെ കണ്ടീനി. അപ്പോൾ ഇത് അവിടെ പോയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിട്ടോ. ഇത് ഗ്ലാസിൻ്റെതാണ്. അപ്പോൾ ഇത് ഈ ഒരു പിക്ചർ മാത്രമല്ല, പല പിക്ചേഴ്സും നല്ല ഭംഗിയുള്ള സംഭവങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കണ്ടിഷ്ടമായപ്പം ഈ ഒരു ഇതാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞാനിങ്ങനെ ഒരു സ്റ്റോറേജ് ബോക്സ് വാങ്ങി. ഇത് അത്യാവശ്യം നല്ല വലുതാണേ, കുറേ മടക്കി വെക്കാൻ കഴിയും. അപ്പോൾ ഇലുവിൻ്റെ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ. ഇങ്ങനത്തെ 2 വാങ്ങിയാണ്. പിന്നെ ഫോയിൽ പേപ്പർ അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.